ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് CircleAvatar widget ആണ്. സോ ഈ വിഡ്ജറ്റ് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു യൂസറിൻ്റെ പ്രൊഫൈൽ ഇമേജ് ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടിയാണ് മെയിൻലി നമ്മൾ ഉപയോഗിക്കുന്നത്. അതുപോലെ നമുക്ക് ഇതിനുള്ളിൽ ടെക്സ്റ്റും കൊടുക്കാം, അല്ലെങ്കിൽ അതുപോലെ ഐക്കൺസ് എല്ലാം കൊടുക്കാൻ സാധിക്കും. സോ ഈ ഒരു വിഡ്ജറ്റ് നമുക്ക് എങ്ങനെ ഉപയോഗിക്കാമെന്നും ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രോപ്പർട്ടീസ് എന്തെല്ലാം എന്നൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത്. സോ നമുക്ക് VS കോഡ് ഓപ്പൺ ചെയ്യാം. സോ നമ്മൾ ആദ്യം ചെയ്യുന്നത്, നമ്മൾ ബോഡി പ്രോപ്പർട്ടിയിൽ നമ്മളൊരു സെൻറ്റർ വിഡ്ജറ്റ് ക്രിയേറ്റ് ചെയ്യുന്നു. സെൻറ്റർ. സോ അതിനുള്ളിൽ ചൈൽഡായിട്ട് നമ്മൾ കോളം ക്രിയേറ്റ് ചെയ്യുന്നു. എന്നാൽ നമുക്കൊന്നിൽ കൂടുതൽ CircleAvatar വിഡ്ജറ്റ് നമുക്ക് ഉദാഹരണമായി ചെയ്യാൻ സാധിക്കും. സോ നമ്മൾ കോളം. സോ ഇതിലെ ചിൽഡ്രൻ നമ്മൾ ആദ്യം കൊടുക്കുന്നത് CircleAvatar. ഓക്കെ, സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും മുകളിൽ. ഓക്കെ, സോ ഇതാണ് സിമ്പിളായിട്ടുള്ള CircleAvatar എന്ന് പറയുന്നത്. സോ ഇതിൻ്റെ സൈസ് ഇത്രയായിരിക്കും. അതിൻ്റെ ഡീഫാൾട്ടായിട്ടുള്ള കളർ ബ്ലൂ കളർ ആയിരിക്കും. സോ നമുക്ക് CircleAvatarന് നമുക്ക് ചെറിയൊരു പാഡിങ് കൊടുക്കാം. അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റാപ്പ് വിത്ത് പാഡിങ്. സോ നമുക്കൊരു 10 കൊടുക്കാം. സേവ് ചെയ്യാം. സോ നമുക്ക് ഈ ഒരു രീതിയിൽ ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് CircleAvatar എന്ന് പറയുന്ന വിഡ്ജറ്റിനുള്ളിൽ വരാം. ഓക്കെ, സോ നമ്മൾ ആദ്യം പഠിക്കുന്നത് ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ആദ്യം ഇതിൻ്റെ സൈസ് പഠിക്കാം. സോ നമ്മൾ റേഡിയസ് എന്ന് പറയുന്ന പ്രോപ്പർട്ടി. സോ നമ്മളൊരു 100 കൊടുക്കാം. സേവ് ചെയ്യാം. നമുക്ക് ഈ ഒരു രീതിയിൽ ലഭിക്കുന്നതായിരിക്കും. സോ നമുക്കൊരു 80 കൊടുക്കാം. ഓക്കെ, സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു രീതിയിൽ സർക്കിൾ ലഭിക്കുന്നതായിരിക്കും. അതിനുശേഷം നമ്മൾ രണ്ടാമത് പഠിക്കുന്നത് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറാണ്. സോ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ കളേഴ്സ് ഡോട്ട് നമുക്ക് ഗ്രീൻ കൊടുക്കാം. ഗ്രീൻ. സേവ് ചെയ്യാം. സോ നമുക്കതിന് ഗ്രീൻ കളർ ലഭിക്കുന്നതായിരിക്കും. ഇനി അതിനുള്ളിൽ നമുക്ക് എന്തെങ്കിലും ടെക്സ്റ്റ് കൊടുക്കണമെങ്കിൽ നമ്മൾ ചൈൽഡ് ടെക്സ്റ്റ്. ഓക്കെ, ടെക്സ്റ്റിനുള്ളിൽ നമുക്ക് ഉദാഹരണമായി സൈൻ ഇൻ എന്ന് കൊടുക്കാം. സൈൻ ഇൻ. സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഡീഫാൾട്ടായിട്ട് ഇതുപോലെ സൈൻ ഇൻ എന്ന് ലഭിക്കും. സോ ഇതിൻ്റെ സൈസ് നമുക്ക് കൂട്ടണമെങ്കിൽ നമ്മൾ മുമ്പ് പഠിച്ച പോലെ ടെക്സ്റ്റ് വിഡ്ജറ്റിനുള്ളിൽ വന്നതിന് ശേഷം സ്റ്റൈൽ എന്ന് പറയുന്ന പ്രോപ്പർട്ടി. സോ സ്റ്റൈലിൽ നമുക്ക് ടെക്സ്റ്റ് സ്റ്റൈൽ അതിൽ നമുക്ക് ഫോണ്ട് സൈസ് നമുക്കൊരു 30 കൊടുക്കാം. സേവ് ചെയ്യാം. സോ നമുക്ക് ഈ ഒരു രീതിയിൽ ലഭിക്കുന്നതായിരിക്കും. ഇനി ഇതിലുള്ളതാണ് ഫോർഗ്രൗണ്ട് കളർ എന്ന് പറയുന്ന പ്രോപ്പർട്ടി. സോ നമ്മൾ ടെക്സ്റ്റ് വിഡ്ജറ്റിന് താഴെ വരുന്നു ഫോർഗ്രൗണ്ട് കളർ. നമുക്ക് കളേഴ്സ് ഡോട്ട് നമുക്ക് വൈറ്റ് കൊടുക്കാം. വൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ ടെക്സ്റ്റിൻ്റെ കളർ വൈറ്റ് ആവുന്നതായിരിക്കും. അതുപോലെ നമുക്ക് ടെക്സ്റ്റ് സ്റ്റൈലിനുള്ളിൽ പോയിട്ടും നമുക്ക് ടെക്സ്റ്റിൻ്റെ കളർ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. സോ ഇത്തരത്തിൽ നമുക്ക് സിമ്പിൾ CircleAvatarനുള്ളിൽ നമുക്ക് ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. സോ അതുപോലെ ഇതിന് നമുക്കൊരു ബോർഡർ കൊടുക്കണമെങ്കിൽ വളരെ ഈസി ആയി കൊടുക്കാം. വളരെ ട്രിക്കി ആയിട്ട് നമ്മൾ ഈ CircleAvatarനെ മറ്റൊരു വിഡ്ജറ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുള്ളിൽ നമ്മൾ റീഫാക്ടറിൽ ക്ലിക്ക് ചെയ്യുക. റാപ്പ് വിത്ത് വിഡ്ജറ്റ് എന്ന് കൊടുക്കുക. സോ ഈ വിഡ്ജറ്റിൻ്റെ പേര് നമ്മൾ വീണ്ടും CircleAvatar എന്ന് കൊടുക്കുക. CircleAvatar. സേവ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു CircleAvatarൻ്റെ ഉള്ളിലായിരുന്നു മറ്റേ CircleAvatar ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഈ ഡിഫാൾട്ട് സൈസ് ലഭിച്ചത്. ഇവിടെ നമ്മൾ വന്നതിന് ശേഷം ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ റേഡിയസ്, ഇതിനുള്ളിലുള്ള ചൈൽഡ് വിഡ്ജറ്റിൻ്റെ റേഡിയസ് 80 ആയിരുന്നു. ഇതിൻ്റെ നമുക്ക് 100 കൊടുക്കാം. സേവ് ചെയ്യാം. സോ നമുക്ക് ഈ ഒരു രീതിയിൽ ലഭിക്കും. സോ ഇതിൻ്റെ ബോർഡർ കളർ നമുക്ക് ഇനി മാറ്റണമെങ്കിൽ നമുക്ക് 90 കൊടുക്കാം. ഓക്കെ, 90 കൊടുക്കാം. നമുക്ക് ചെറിയൊരു ബോർഡർ ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അതുപോലെ ഇതിൻ്റെ കളർ മാറ്റണമെങ്കിൽ നമുക്കിവിടെ ബാക്ക്ഗ്രൗണ്ട് കളേഴ്സ് ഡോട്ട് നമുക്ക് ബ്ലാക്ക് കൊടുക്കാം. ബ്ലാക്ക്. സേവ് ചെയ്യാം. സോ നമുക്കൊരു ബ്ലാക്ക് ബോർഡർ ഇതുപോലെ ലഭിക്കുന്നതായിരിക്കും. ഇത്തരത്തിൽ നമുക്ക് ബോർഡർ കൊടുക്കാൻ സാധിക്കും. നമ്മൾ ബോർഡർ കൊടുത്തത് ഒരു CircleAvatarനുള്ളിൽ മറ്റൊരു ചെറിയ CircleAvatar ക്രിയേറ്റ് ചെയ്തിട്ടാണ്. സോ നമുക്ക് ഈ ഒരു ഭാഗം, ഈ ഒരു വിഡ്ജറ്റ് മുഴുവനായി, പാഡിംഗ് വിഡ്ജറ്റ് മുഴുവനായി നമുക്ക് താഴോട്ട് കോപ്പി ചെയ്യാം. ഓക്കെ, സോ ഇവിടെ ഒരു കോമ കൊടുക്കുക. പാഡിംഗ് കഴിഞ്ഞ ശേഷം സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് CircleAvatarൻ്റെ ഉള്ളിലുള്ള ബാക്ക്ഗ്രൗണ്ട് എല്ലാ പ്രോപ്പർട്ടീസും നമുക്ക് ഡിലീറ്റ് ചെയ്യാം. ഡിലീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് സേവ് ചെയ്യാം. സോ നമുക്ക് ഈ ഒരു രീതിയിൽ ഡീഫാൾട്ടായിട്ടുള്ള CircleAvatar തന്നെ ലഭിക്കുന്നതായിരിക്കും. സോ നമുക്ക് റേഡിയസ് ഒരു 80 കൊടുക്കാം. 80 കൊടുക്കാം. സേവ് ചെയ്യാം. സോ നമുക്ക് ഈ ഒരു രീതിയിൽ ലഭിക്കുന്നതായിരിക്കും. ഇനി നമുക്ക് ഇതിനുള്ളിൽ ഐക്കൺ കൊടുക്കണമെങ്കിലും കൊടുക്കാം. നമ്മൾ ചൈൽഡ് പ്രോപ്പർട്ടിയിൽ വരിക. ഇവിടെ നമ്മൾ ഐക്കൺ വിഡ്ജറ്റ് കൊടുക്കാം. ഐക്കൺസ് ഡോട്ട്
ഐക്കൺസ് ഡോട്ട് ഉദാഹരണമായി നമ്മൾ യൂസർ എന്ന് കൊടുക്കാം. യൂസർ വെരിഫൈഡ് യൂസർ സേവ് ചെയ്യാം. ഈ ഒരു രീതിയിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതിൻ്റെ സൈസ് വേണമെങ്കിൽ നമ്മൾക്കിവിടെ സൈസ് ഇതുപോലെ ചേഞ്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമുക്കൊരു 50 കൊടുക്കാം, സേവ് ചെയ്യാം. ഓക്കെ, നമുക്ക് ഈ രീതിയിൽ ഇതിൻ്റെ സൈസും കൂട്ടാൻ സാധിക്കുന്നതാണ്. സോ നമുക്ക് ഇതിനുള്ളിൽ നമുക്ക് ഐക്കണും ഇതുപോലെ കൊടുക്കാൻ സാധിക്കും. സോ നമുക്ക് ഈ ഒരു ഭാഗം വീണ്ടും നമുക്ക് താഴോട്ട് കോപ്പി ചെയ്യാം. ഇവിടെ ഒരു കോമ കൊടുക്കുക, അതുപോലെ നമുക്ക് താഴത്തും ഇവിടെ കോമ കൊടുക്കാം, സേവ് ചെയ്യാം. നമുക്ക് ഈ ഒരു രീതിയിൽ വീണ്ടും മറ്റൊരു സർക്കിൾ അവതാർ ലഭിക്കുന്നതായിരിക്കും. ഇതിനുള്ളിൽ നമ്മൾ ചൈൽഡ് ഭാഗം നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നു. ഓക്കെ, ചൈൽഡ് ഭാഗം നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നു, സേവ് ചെയ്യാം. സോ നമുക്ക് ബ്ലാങ്ക് ആയിട്ടുള്ള ഇതുപോലെയുള്ള ഒരു സർക്കിൾ ലഭിക്കുന്നതായിരിക്കും. ഇനി ഇതിൽ നമുക്കൊരു ഇമേജ് എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. സോ നമ്മളിവിടെ ബാക്ക്ഗ്രൗണ്ട് ഇമേജ്. സോ ഇതിനുള്ളിൽ നമ്മൾ കൊടുക്കുന്നത് നേരത്തെ പഠിച്ച പോലെ ഇമേജ് ഡോട്ട് നെറ്റ്വർക്കോ അല്ലെങ്കിൽ ഇമേജ് ഡോട്ട് അസറ്റോ അല്ല. ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് നമ്മുടെ ഫോൾഡറിൽ, നമ്മുടെ പ്രൊജക്റ്റ് ഫോൾഡറിൽ നിന്നാണെങ്കിൽ നമ്മൾ അസറ്റ് ഇമേജ് എന്ന് പറയുന്ന ഈ ഒരു ഒബ്ജക്റ്റാണ് കൊടുക്കേണ്ടത്, അസറ്റ് ഇമേജ്. ഇതിനുള്ളിൽ നമ്മൾ അതിൻ്റെ പാത്ത് കൊടുക്കുക. സോ ഞാനിവിടെ ഇമേജസിൽ ഞാനിവിടെ ധോണി, സച്ചിൻ, വിരാട് 3 പേരുടെ ഫോട്ടോ ഞാനിവിടെ ഓൾറെഡി സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഞാനിവിടെ സച്ചിൻ വെബ് പി ഫോർമാറ്റിലാണ് അതുള്ളത്. സോ അത് കൊടുത്തതിന് ശേഷം ഞാൻ സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സച്ചിൻ്റെ ഫോട്ടോ എനിക്ക് ഇവിടെ ഇതുപോലെ കാണാൻ സാധിക്കും. അതുപോലെ മറ്റുള്ളവരത് കൊടുക്കണമെങ്കിൽ നമ്മൾ ഈ ഭാഗം വീണ്ടും താഴോട്ട് കോപ്പി ചെയ്യുന്നു, 2 തവണ കോപ്പി ചെയ്യുന്നു, പേസ്റ്റ് ചെയ്യുന്നു. സോ ഈ ഒരു എറർ വന്നു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പഠിച്ചിരുന്നു, ലിസ്റ്റ് വ്യൂ എന്ന് പറയുന്ന ഒരു വിഡ്ജറ്റിനുള്ളിലോട്ട് ഇതിനെ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് സ്ക്രോൾ ചെയ്യാൻ സാധിക്കും. സോ നമ്മൾ സെൻറ്ററിൽ വന്ന് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റീഫാക്ടറിൽ ക്ലിക്ക് ചെയ്യുക, റാപ്പ് വിത്ത് വിഡ്ജറ്റ് നമ്മൾ ഇവിടെ ലിസ്റ്റ് വ്യൂ എന്ന് കൊടുക്കാം, ലിസ്റ്റ് വ്യൂ. നമുക്ക് ചെറിയൊരു എറർ വരുന്നതായിരിക്കും. സോ നമ്മളിവിടെ ചൈൽഡിന് പകരം ചിൽഡ്രൻ എന്ന് കൊടുക്കണം, ചിൽഡ്രൻ. അതിനുശേഷം ഈ സെൻറ്ററിനെ മുഴുവനായിട്ട് നമ്മളൊരു സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിലോട്ട്, ഇതൊരു ലിസ്റ്റാണ്, സോ സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിലോട്ട് ഇതുപോലെ മാറ്റണം. നമുക്ക് താഴെയും സെൻറ്ററിനെ നമുക്ക് സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിലോട്ട് ഇതുപോലെ സ്ക്വയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്ത് കൊടുക്കാം. സോ നമുക്ക് എറർ പോകുന്നതായിരിക്കും. സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ നമ്മുടെ സ്ക്രീൻ നമുക്കിതുപോലെ സ്ക്രോൾ ചെയ്യാൻ സാധിക്കും. സോ നമ്മൾ നെക്സ്റ്റ് സച്ചിൻ്റെ രണ്ടാമത്തെ സർക്കിൾ അവതാറിൽ നമ്മൾ സച്ചിൻ്റെ പേര് മാറ്റി നമ്മൾ ധോണി എന്ന് കൊടുക്കുന്നു, ധോണി ഡോട്ട് വെബ്. ഞാൻ ഓൾറെഡി ഇതിവിടെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇമേജ് എന്ന് പറയുന്ന ഫോൾഡറിൽ. സോ നമുക്ക് ധോണിയുടെ ഫോട്ടോ ലഭിക്കുന്നു. അതുപോലെ നമുക്ക് വിരാട് എന്ന് കൊടുക്കാം, മൂന്നാമത്തെ വിരാട്, സേവ് ചെയ്യാം. നമുക്ക് വിരാട് എന്ന് പറയുന്ന ഫോട്ടോ ഇവിടെ ലഭിക്കുന്നതായിരിക്കും. ഇത്രയും നമുക്ക് മെയിൻലി ഇത് യൂസ് ചെയ്യുന്നത് സർക്കിൾ അവതാർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ യൂസ് ചെയ്യുന്നത് പ്രൊഫൈൽ ഷോ ചെയ്യുന്നതിന് വേണ്ടിയാണ്. സോ എന്നിരുന്നാലും നമുക്കിതുപോലെ ടെക്സ്റ്റ് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, ടെക്സ്റ്റ് കൊടുക്കാൻ സാധിക്കും. അതുപോലെ നമുക്ക് ഐക്കൺ കൊടുക്കാൻ സാധിക്കും. ഉദാഹരണമായി നമ്മൾ പ്രൊഫൈൽ പിക്ചർ ഇല്ലാത്ത യൂസേഴ്സിൻ്റെതൊക്കെ നമ്മൾ ഇതുപോലെ 2 ടെക്സ്റ്റ് കൊടുക്കുന്നതായിരിക്കും. സോ നമ്മൾ നമ്മുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം വെച്ചിട്ട് നമ്മൾ ഒരുപാട് ആപ്പിൽ കണ്ടിട്ടുണ്ടായിരിക്കും. നമ്മുടെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം വെച്ചിട്ടുള്ള ടെക്സ്റ്റ്, അതുപോലെ നമുക്ക് ഈ ടെക്സ്റ്റും ഉപയോഗിക്കാൻ സാധിക്കും. നെക്സ്റ്റ് നമ്മളിപ്പോൾ കൊടുത്തത് നമ്മുടെ പ്രൊജക്റ്റ് ഫോൾഡറിൽ നമ്മൾ സേവ് ചെയ്തിരുന്ന ഇമേജിൽ നിന്നാണ് നമ്മളിപ്പോൾ ഇവിടെ കൊടുത്തത്. സോ ഇനി നമുക്കൊരു നെറ്റ്വർക്കിൽ നിന്നും ഇൻ്റർനെറ്റിൽ നിന്നും നമുക്കൊരു ഇമേജ് എങ്ങനെ കൊടുക്കാമെന്ന് നോക്കാം. സോ നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഈ ഒരു വിഡ്ജറ്റ് നമ്മൾ താഴോട്ട് വീണ്ടും കോപ്പി ചെയ്യുന്നു, സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അവസാനം വീണ്ടും നമുക്കിതുപോലെ വിരാട് കോഹ്ലിയുടെ ഫോട്ടോയുള്ള ഒരു സർക്കിൾ അവതാരം ലഭിക്കുന്നു. നമ്മൾ ഇനി ചെയ്യേണ്ടത്, നമ്മൾ ഈ അസറ്റ് ഇമേജ് എന്ന് മാറ്റി നമ്മളിവിടെ നെറ്റ്വർക്ക് ഇമേജ് എന്ന് പറയുന്ന ഒബ്ജക്റ്റ്, നെറ്റ്വർക്ക് ഇമേജ്, ഇതിനുള്ളിലാണ് നമ്മൾ നമ്മുടെ URL കൊടുക്കേണ്ടത്, നമ്മുടെ ഫോട്ടോയുടെ നെറ്റിലെ ഫോട്ടോയുടെ അഡ്രസ്സ് കൊടുക്കേണ്ടത്. സോ നമ്മളിതുപോലെ സിംഗിൾ കോട്ട് കൊടുക്കുന്നു. ശേഷം നമ്മൾ ഗൂഗിൾ ഓപ്പൺ ചെയ്ത ശേഷം ഞാനിവിടെ ഓൾറെഡി രോഹിത് ശർമ്മയുടെ ഫോട്ടോ ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. അതിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കോപ്പി ഇമേജ് അഡ്രസ്സ്. നമ്മൾ പുതിയൊരു വിൻഡോ ഓപ്പൺ ചെയ്ത ശേഷം അതിൽ പേസ്റ്റ് ചെയ്ത് എൻ്റർ ചെയ്യുന്നു. സോ നമുക്ക് ആ ഫോട്ടോ ഇവിടെ കാണാൻ സാധിക്കും. സോ നമ്മൾ അഡ്രസ് ബാറിൽ നിന്നും ആ ഒരു ലിങ്ക് കോപ്പി ചെയ്യുക. സോ അതിനുശേഷം നമ്മൾ നെറ്റ്വർക്ക് ഇമേജിനുള്ളിൽ വന്നതിന് ശേഷം ഈ ഒരു സ്ട്രിങ് ഇവിടെ പേസ്റ്റ് ചെയ്യുക, നമ്മുടെ അഡ്രസ്സ് പേസ്റ്റ് ചെയ്യുക, സേവ് ചെയ്യാം. നമ്മുടെ ഇൻ്റർനെറ്റ് കണക്റ്റഡ് ആണെങ്കിൽ നമുക്ക് ആ ഫോട്ടോ ഇവിടെ ഇതുപോലെ ലഭിക്കുന്നതായിരിക്കും. സോ ഇത്തരത്തിൽ നമുക്ക് നെറ്റ്വർക്കിൽ നിന്നും ഇൻ്റർനെറ്റിൽ നിന്നും ഒരു ലിങ്ക് കൊടുത്ത് ആ ഒരു ഇമേജ് നമുക്ക് ഷോ ചെയ്യാൻ സാധിക്കും. ഈ ഒരു രീതിയിൽ നമുക്ക് ഈ സർക്കിൾ അവതാർ ഉപയോഗിക്കാം. നമുക്ക് ടെക്സ്റ്റ് കൊടുക്കാം, ഐക്കൺ കൊടുക്കാം. അതുപോലെ ഇതിൻ്റെ മെയിൻ യൂസ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഫൈൽ പിക്ചർ, യൂസറിൻ്റെ പ്രൊഫൈൽ പിക്ചർ കൊടുക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ കൂടുതലായും ഇത് യൂസ് ചെയ്യുന്നത്.